ഈ ഗ്രാമത്തിലുള്ള ആരും തന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തു വരാനേ പാടില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ അവിടെ ഒരു ഷെരീഫുമുണ്ട്. വൈകുന്നേരമായാൽ അദ്ദേഹം ഗ്രാമത്തിലൂടെ മണിമുഴക്കി കൊണ്ടുവരും. ആ സമയം എല്ലാവരും വീട്ടിനുള്ളിൽ പോയിരിക്കണം. ഇരുട്ടായതിനു ശേഷം ആരും തന്നെ വാതിൽ തുറക്കാനും പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഗ്രാമത്തെ ചുറ്റി ഒരുപാട് പിശാചുക്കളുണ്ട്. രാത്രിയായതും എല്ലാ പിശാചുക്കളും പുറത്തു വരാൻ തുടങ്ങും. അങ്ങനെയിരിക്കെ ഒരു നാൾ ഈ ചെറിയ പെൺകുട്ടിയുടെ അച്ഛൻ രാത്രിയാവുന്നതിന് മുൻപേ തന്നെ വീട്ടിലേക്ക് വരേണ്ടതാണ്. എന്നാൽ നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ട് അയാള് വന്നതേയില്ല. ഒരുപാട് നേരം കാത്തിരുന്ന ശേഷം അവരും വീടിന്റെ വാതിലടയ്ക്കുന്നു. അതിനുശേഷം ഈ ചെറിയ പെൺകുട്ടി ഉറങ്ങാൻ വേണ്ടി ബെഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഈ കുട്ടിയെ മുത്തശ്ശി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഈ പെൺകുട്ടിയും അത് തന്റെ മുത്തശ്ശിയായിരിക്കുമെന്ന് കരുതി വിൻഡോ സ്ക്രീൻ മാറ്റി നോക്കുന്നു. നോക്കിയാൽ ഈ പെൺകുട്ടിയുടെ മുത്തശ്ശി പുറത്തു നിൽപ്പുണ്ട്. അപ്പോ മുത്തശ്ശി പുറത്തു നിന്ന് തനിക്ക് വല്ലാതെ തണുക്കുന്നെന്നും വിൻഡോ തുറക്കാനും പറയുന്നു. ആ കുട്ടിയും അത് വിശ്വസിച്ച് വിൻഡോ തുറക്കാൻ നിൽക്കുന്നു. അതിനുള്ളിൽ ഈ കാര്യം കണ്ട കുട്ടിയുടെ അമ്മ വിൻഡോ തുറക്കരുതെന്ന് പറഞ്ഞു ഒച്ച വെക്കുന്നു. എന്നാൽ ആ കുട്ടി അതിനുള്ളിൽ അത് തുറന്നിരുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വന്നിരിക്കുന്നത് അവരുടെ മുത്തശ്ശിയല്ല, അതൊരു പിശാചാണ്. ഇവിടെ സീൻ കട്ട് ചെയ്ത ഇപ്പോ കാണിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനെയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഇയാള് ബാറിൽ ചെന്ന് മദ്യപിച്ച് അവിടെ തന്നെ ബോധം കെട്ട് വീണിരിക്കും. സോ ഇപ്പോഴാണ് അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിലേക്ക് തന്നെ വരുന്നത്. എന്നാൽ ഇയാള് വീടിനടുത്തേക്ക് എത്തുന്ന സമയം അവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അയാൾ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഷെരീഫ് അങ്ങോട്ട് വന്ന് ഇയാളെ ദേഷ്യത്തിൽ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നോക്കിയ വളരെ കൊടൂരമായി ഇയാളുടെ ഭാര്യയെയും മകളെയും ആ പിശാച് കൊന്നിരിക്കുന്നു. ഇയാൾ സ്വന്തം ഫാമിലിയെ സേഫാക്കിയില്ല എന്ന കുറ്റത്തിന് ഷെരീഫ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ഗ്രാമത്തിൽ ഒരു നിയമമുണ്ട്. അത് എന്താണെന്നാൽ സ്വന്തം ഫാമിലി ആരെങ്കിലും ശ്രദ്ധിക്കാതിരുന്ന് ഇങ്ങനെ ഒരു വിപത്ത് നടന്നാൽ ഈ വിപത്തിന് കാരണമായ ആ ഫാമിലി മെമ്പറെ ഗ്രാമത്തിന് നടുവിലുള്ള ഒരു പെട്ടിയിൽ അടച്ചു വെക്കും. പെട്ടിയിൽ വെച്ച ശേഷം രാത്രിയായതും അങ്ങോട്ട് ഒരുപാട് പിശാചുക്കൾ വന്ന് അയാളെ കൊന്നുകളയും. അതേപോലെ ഈ ഗ്രാമത്തിലുള്ള ആരും തന്നെ ആദ്യമേ ഇവിടെ ഉണ്ടായിരുന്നവർ ആയിരുന്നില്ല. എല്ലാവരും ഏതൊക്കെയോ സമയങ്ങളിൽ ഈ വഴി യാത്ര ചെയ്തവരാണ്. അങ്ങനെ ഈ ഗ്രാമം വഴി പോകുന്നവരൊക്കെ ഇവിടെ വഴിതെറ്റി ട്രാപ്പ് ആവും. ഒരു തവണ ഈ ഗ്രാമത്തിലേക്ക് ആരെങ്കിലും കയറിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഈ ഗ്രാമം വിട്ട് ഒരിക്കലും പുറത്തു പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു ഫാമിലി യാത്ര ചെയ്യുന്ന സമയം വഴിതെറ്റി ഈ ഗ്രാമത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ തവണയും സെയിം സ്ഥലത്ത് തന്നെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എങ്ങോട്ട് പോയാലും സെയിം സ്ഥലത്ത് തന്നെയാണ് എത്തുന്നതെന്ന്. സോ പുതുതായി ഈ ഗ്രാമത്തിനുള്ളിൽ ഒരു ഫാമിലി കൂടി വന്നു കുടുങ്ങുന്നു.